ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുക്കുറളിന്റെ 7ാമത്തെ കുറളാണ് നമ്മൾ പഠിക്കാൻ, അല്ലെങ്കിൽ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ അധ്യായങ്ങളിലും മനുഷ്യർ അല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം, അതിന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്നി മാഹാത്മ്യം എന്ന് പറഞ്ഞൊരു തലത്തിലായിരുന്നു. ഇന്ന് മക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തലമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും സാർവലൗകികമായിട്ടുള്ള ഒരു തലം ഈ അടിസ്ഥാന പുസ്തകത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് വേണ്ടി മനസ്സിലാക്കി തരുന്നത് മോഹൻദാസ് സാറാണ്. സാർ തിരുവനന്തപുരം സ്വദേശിയാണ്. ബാങ്കിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇതുപോലെ അവയർനെസ്, അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വളരെയധികം താല്പര്യത്തോടെ ചേർന്ന് പോകുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെ. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എൻ്റെ സാബു സാറിനും സാറ് പ്രതിദാനം ചെയ്യുന്ന കേരള മാറ്റിനി ഫ്രീ വെബിനാറിനും വളരെയധികം കടമപ്പെട്ടിട്ടുണ്ട്. സാറില്ലായിരുന്നെങ്കിൽ ഈ മേഖലയിലോട്ട് ചിന്തിക്കാനോ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ചൂടുവയ്ക്കാനോ സാധിക്കുമായിരുന്നില്ല. പിന്നെ ഇത് കേൾക്കാൻ വരുന്നവരുടെ താല്പര്യവും ആത്മാർത്ഥമായ അവരുടെ അറിയാനുള്ളൊരു ജിജ്ഞാസ ആണ് എനിക്ക് വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നിനക്ക് ഒന്ന് ചെയ്യണം എന്നുള്ളൊരു തോന്നല്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു വൈറൽ ഫീവർ ആയിരുന്നു, എന്നാലും അറ്റൻഡ് ചെയ്തു. ഇന്നും കോൾഡാണ്. യാത്രയും മരണമൊക്കെ ആയിട്ടുള്ളത് കഴിഞ്ഞപ്പോഴുള്ള ഒരു യാത്ര ക്ഷീണം ഇതൊക്കെ ഉണ്ട്. എന്നാലും സാബ് പറഞ്ഞ പോലെ അത് വിടണ്ട, നമുക്ക് അതൊരു കണ്ടിന്യൂറ്റി കൊണ്ടുപോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നത് ഒരു എന്താ പറഞ്ഞ പോലെ പുനരവലോകനം ചെയ്യുന്ന പോലെ ചെയ്യാന്നൊക്കെ സാർ പറഞ്ഞു. അപ്പോൾ വേണ്ട, നമുക്ക് അതിന്റെ ഒരു ടച്ച് വിട്ടുപോകാതിരിക്കാൻ തന്നെയാണ്. കാരണം അതിന്റെ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ തിരുക്കുറൾ വന്നിട്ട് 1330 ഈരടികളുള്ളതാണ്. അത് 133 അധ്യായങ്ങളാണ്. ഒരു അധ്യായത്തിന് 10 ഈരടികൾ വീതം 1330 വരുന്നുണ്ട്. തിരുക്കുറളിൽ തന്നെ മൊത്തത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ആദ്യമായിട്ട് ധർമ്മം, 2 അർത്ഥം, 3 കാമം. ആ ധർമ്മത്തിൽ തന്നെയാണ് തുടക്കത്തില് മംഗളാചരണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആദ്യം ദൈവസ്തുതി, ഏതിനെയും തുടക്കം ദൈവസ്തുതിയിൽ തുടങ്ങി വയ്ക്കുന്ന പോലെ. രണ്ടാമത് തൊട്ടടുത്തതായിട്ട് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ജലം. അപ്പം ആ ജലം തരുന്നത് മഴയാണ്. അതിന്റെ പ്രശസ്തിയെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമത്. മൂന്നാമത് ഈ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചവരും ഇനിയും വരാനുള്ളതുമായ വളരെ ഋഷിവരന്മാർ അല്ലെങ്കിൽ സന്യാസ മഹിമയുള്ള വ്യക്തികളാണ്. അവര് ഉണ്ടായിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം തന്നെ നിലനിന്ന് പോകുന്നു. അപ്പൊ അടുത്ത സ്ഥാനം അവർക്കായിരുന്നു. ദൈവസ്തുതി, വർഷപ്രശസ്തി, മൂന്നാമത് സന്യാസം മഹിമ, നാലാമത് ഇവരൊക്കെ ഈ മൂന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവമായാലും വർഷമായാലും ഋഷിവരന്മാരായാലും അവിടെയൊക്കെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കണം എന്നാണ് പറഞ്ഞത്. ആ ധർമ്മ മഹാത്മ്യത്തെ കുറിച്ചും പറഞ്ഞ് അങ്ങനെ തുടക്കത്തിലെ 4 അധ്യായങ്ങളാണ് നമ്മൾ ആദ്യം നോക്കി വന്നത്. പിന്നെ അടുത്തതായിട്ട് കവി തിരുവള്ളുവർ പറയുന്നത് വെച്ചാൽ ഈ 4 പേരും 4 കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർവഹിക്കാൻ ഒരാൾ വേണം. ഈ ഭൂമിയിൽ സാധാരണമായി ജീവിതം നയിക്കുന്ന ഒരാൾ വേണം. അതാണ് നമുക്ക് സാധാരണ പറയാൻ 4 തരത്തിലുള്ള ആശ്രമങ്ങളാണ് ഉള്ളത്. ബ്രഹ്മചര്യം, അത് അനുഷ്ഠിക്കുന്ന ആൾ ബ്രഹ്മചാരി. അടുത്ത് ഗൃഹസ്ഥാശ്രമം, അദ്ദേഹം ഗൃഹസ്ഥൻ. 3 വാനപ്രസ്ഥൻ, സന്യാസം, ഇങ്ങനെ 4 ആശ്രമങ്ങളുണ്ട്. ആ 4 ആശ്രമത്തിലും ആദ്യത്തെ ആളായിട്ട് പിന്നെ ഈ 4 പേരിലും വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആള്
ഗൃഹസ്ഥനാണ്. കാരണം കുടുംബം നടത്തുന്ന ആള് തന്നെയാണ് ഏറ്റവും കീർത്തി ഉള്ള ആളും പ്രശസ്തിയുള്ള ആളായിട്ട് മാറുന്നത്. അപ്പം 20 അധ്യായങ്ങളിലായിട്ട് തിരുവള്ളുവർ 20 അധ്യായങ്ങളായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗാർഹസ്ഥ്യ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ നോക്കിയത് ഗൃഹസ്ഥാശ്രമമായിരുന്നു. ഒരു ഗൃഹനാഥൻ, ഒരു കുടുംബത്തിന്റെ പണ്ടൊക്കെയുള്ള ഒരു കുടുംബ പാരം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിനൊരു നാഥനുണ്ട്. അദ്ദേഹം ആയിരിക്കും ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും, സമ്പത്തായാലും പ്രവൃത്തിയായാലും ഓരോ കാര്യങ്ങളിലും ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹം എങ്ങനെപ്പെട്ട ആളായിരിക്കണം, എന്തുകൊണ്ട് അദ്ദേഹത്തിന് വളരെ മഹാത്മ്യം കൊടുക്കുന്നു എന്നുള്ള കുറിച്ചായിരുന്നു ആദ്യത്തെ 10 ഇതിലായിട്ട് നോക്കിയത്. അത് ഒന്ന്, ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് പറഞ്ഞു. 2, അദ്ദേഹം അതൊക്കെ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ പോലെ അതേ മനസ്സോടു കൂടി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഊർജം നൽകുന്ന ഒരു ആളുടെ വേണം. അതാണ് കുലപത്നി എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ സഹധർമ്മിണി. ആ സഹധർമ്മിണി എങ്ങനത്തെ സ്ത്രീ ആയിരിക്കണം? ഇത്രയും ശക്തിയും എന്ന് പറഞ്ഞ പോലെ സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്ന ആ സ്ത്രീ വളരെ ഗുണശീലങ്ങളുടെ ഒരു പ്രതീകമായിരിക്കണം എന്നുള്ള കുറിച്ച് കഴിഞ്ഞതിലും പറഞ്ഞു. കുലപത്നി ധർമ്മം എന്ന് പറഞ്ഞു. അപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ വരുന്ന ഗൃഹസ്ഥൻ, അവനോടൊപ്പം നിൽക്കുന്ന കുലപത്നി, ഇവര് രണ്ടുപേരും ചേർന്ന് നയിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന അടുത്ത തലമുറയ്ക്കുള്ള സൽപുത്ര. അത് ഇവിടെ സാധാരണ കവി പറഞ്ഞത് പുത്രൻ എന്നുള്ളതിലാണ് പറഞ്ഞു പോകുന്നത്. പുത്രൻ എന്ന് പറയുമ്പം പുത്രിയെയും അതിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാലും അദ്ദേഹം ഒരു പറഞ്ഞു പോകുന്നതിന്റെ ഇത് സൽപുത്ര ലാഭം. സൽപുത്ര എന്ന് പറയുന്നത് അത് പുത്രനായിക്കോട്ടെ പുത്രിയായിക്കോട്ടെ എന്നല്ല. അവരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ നോക്കുന്നത്. അത് ആദ്യത്തെ ശ്ലോകം നമ്മുടെ ജോസി സാറ്, ഞാൻ ഇത്തവണ വളരെ ശരിക്കും തിരുക്കുറൾ ഈരടി എന്ന് പറയുന്നത് ആദ്യത്തെ വരിയിൽ 4 വാക്കുകൾ ഉണ്ടാവും, അടുത്ത വരിയിൽ 3 വാക്കുകൾ. അങ്ങനെ തന്നെയാണ് ഈ തിരുക്കുറളിന്റെ 1330 ഈരടികളിലും പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ എഴുതിയപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ വരുന്നവർക്ക് അത് നോക്കാനും വായിക്കാനും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും വായിക്കുമ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അതിന് പദം തിരിച്ച് വളരെ ലളിതമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് അത് സാബു സർ കാണിക്കുന്ന PPT-യിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ അത് വായിക്കാനും അതിനെ ഒരു കുറച്ചും കൂടി തന്മയത്തോടു കൂടി പ്രസന്റ് ചെയ്യാനും ഞാൻ ജോസി സാറിനെ സഹായം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുക്കുറൾ அதிகாரம் 7 மக்கட பேரு புதல்வரை பெறுதல் സൽ പുത്രലാഭം എന്ന് മലയാളത്തിൽ പറയാം. മക്കട് പേരു പുതൽവരെ പെറുതൽ. 61 വായിക്കണോ? ആദ്യം ഇപ്പോ വായിക്കണം. குறள் 61. பெரும் அவற்றுள் யாம் அறிவது இல்லை, அறிவறிந்த மக்கட பேரு അല്ല പിറ. ഉപലബ്ധിയിൽ ശ്രേഷ്ഠം അറിവ് ഉറ്റ മക്കൾ. ഉലകം അറിവിയില മറ്റുള്ളത് ഒന്നും. നല്ല മക്കളെക്കാൾ വലിയ ഒരറിവും നമുക്കില്ല എന്ന് സാരം. ഇനി ഞാൻ പറയട്ടെ സാറേ. பெரும் அவற்றுள் யாம் அறிவது இல்லை, അറിവറിந்த மக்கள் പേരു അല്ല പിറ. അത് തമിഴിലുള്ളതിനെ ഞാൻ പറയാം. ഒരുവൻ നേടുന്ന നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നേട്ടം അറിയേണ്ടവയെ അറിയുന്ന വിദ്വാൻമാരായ സന്താനങ്ങളെ നേടുന്നതാണ്. പെറും അവറ്റുൾ യാം അറിവത് ഇല്ലേ. ലഭിക്കുന്നതിൽ ഏറ്റവും മഹത്തായിട്ട് നമ്മൾ അറിയുന്ന വേറെ ഒന്നുമില്ല. അറിവറിയുന്ന പറഞ്ഞാൽ എല്ലാം അഭ്യസിച്ച അല്ലെങ്കിൽ എല്ലാ ജ്ഞാനവും
ഉൾക്കൊണ്ട ഒരു പിന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ മക്കൾ തന്നെയാണ്, പിന്നെ സന്താനങ്ങൾ എന്നുള്ള മീനിങ് തന്നെ. അവരെ പെറുക എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്നുള്ളതാണ്, അല്ലാതെ പിറ മറ്റൊന്നുമല്ല. തമിഴില് പെറും അവറ്റുൾ യാം അറിവത് ഇല്ലേ, അത്രയും ശ്രേഷ്ഠമായിട്ട് വേറെ ഒന്നും നമുക്ക് ലഭിക്കാനില്ല. ഏതിനെ പോലെ അറിവറിந்த മക്കൾപേറ്, വളരെ ജ്ഞാനമുള്ള മക്കളെ ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു പിന്നെ എന്താ പറഞ്ഞാല് ലപ്തി അല്ലെങ്കിൽ പിന്നെ നേട്ടം എന്ന് പറയുന്നത്. മറ്റ് നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നാം അവയെക്കുറിച്ചൊന്നും അറിയുന്നുമില്ല. അത്രയ്ക്കും വളരെ ശ്രേഷ്ഠമാണ് ഈ മക്കളുടെ കാര്യം. കുറച്ചുകൂടി അതിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണെങ്കിൽ, പെറുക എന്ന വാക്കിന് നേടുക എന്ന അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആർജിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വിദ്യാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന നവവധുവരന്മാരെ സാറിന് തമിഴിൽ പറയാറുണ്ട്, 16 പെറ്റ് പെരുവാഴ് വാഴുക എന്ന് തമിഴ് സംസ്കാരം ആശംസിക്കാറുണ്ട്. ആ 16 എന്ന് പറഞ്ഞാൽ 16 പുത്രങ്ങളെ അല്ല പറയുന്നത്, 16 തരത്തിലുള്ള ധനം അല്ലെങ്കിൽ സമ്പത്തിനാണ്. അവ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. 1 വിദ്യ, 2 വീര്യം, 3 വിജയം, 4 സന്തതി, 5 ധനം, 6 ധൈര്യം, 7 ധാന്യം, 8 ഭാഗ്യം, 9 ഭോഗം, 10 ജ്ഞാനം, സൗന്ദര്യം, ശ്രേയസ്, കുലമഹിമ, ധർമ്മം, പ്രശസ്തി, ആരോഗ്യ, ദീർഘായുസ് എന്നിവയാണ് ആ 16 സമ്പത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ നവോദരന്മാരെ മുതിർന്നവർ കൈവച്ച് ആസ്വദിക്കുമ്പോൾ പറയുന്നത് 16 പെറ്റ് പെരുവാഴ് വാഴുക, വളരെ സന്തുഷ്ടമായ സമ്പന്നമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. ആ 16 തരത്തിലുള്ള ധനങ്ങളാണ്, അല്ലെങ്കിൽ ഐശ്വര്യങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ വേണ്ട സൽ ഗുണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെറുക എന്ന് പറഞ്ഞാൽ ആർജിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നേടുക എന്നുള്ള മീനിങ് ആണ്. അങ്ങനെ ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും മുന്നിലുള്ളതാണ് അറിവുള്ള എല്ലാം തികഞ്ഞ പുത്രൻ അല്ലെങ്കിൽ പുത്രിയെ ലഭിക്കുക എന്നുള്ളതിൽ. ഈ 16 വെച്ചിട്ട് ഏറ്റവും വളരെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മക്കൾ തന്നെയാണ് എന്ന് കവി പറയുന്നു. ഓക്കെ സർ. അതിന്റെ ഇംഗ്ലീഷ് we don't know any other boon than getting good children എന്നായിരുന്നു. അതെ. ഇനി 62-ാമത്തെ ഖുർആൻ. 72 സാറേ അല്ലേ? 72 ഇല്ല, 62. ഓക്കെ, 62. സാർ വായിച്ചോളൂ. ജോഷി സാർ. ഞാൻ എന്താ വായിക്കും? ഇല്ല സാർ വായിച്ചോ, ജോഷി സാർ വായിക്കോ. സാറിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒരിക്കൽ കൂടി പറയാം. കേട്ടില്ല സാർ, പറഞ്ഞത് കേട്ടില്ലായിരുന്നു. ഒന്നും കേട്ടില്ല. അതെ, അതിന്റെ ഇടയ്ക്ക് 2 കോള് കയറി വന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയാം. ഖുറാൻ 62. 7 പിറപ്പും തീയവൈ തീണ്ട പഴി പിറങ്ക പൺപുടൈ മക്കട് പെറിൻ. 7 പിറപ്പും തീയവൈ തീണ്ട പഴി പിറങ്ക പൺപുടൈ മക്കട് പെറിൻ. 7 ജന്മത്തിലും തിന്മ തീണ്ട ധർമ്മശീലരാം മക്കളെ
പെറ്റാൽ, ധർമ്മശീലരായ മക്കളെ ലഭിച്ചാൽ 7 ജന്മത്തിലും ഒരു ബുദ്ധിമുട്ട്, ക്ലേശങ്ങൾ ഉണ്ടാകില്ല. Those having blameless and virtuous offsprings will not have grief in 7 births. ഏഴ് നമ്മള് തമിഴിൽ പറയുമ്പം 7 എന്ന് പറയുന്നില്ല, 7 പിറപ്പും തീയവൈ ചെയ്യേണ്ട. സ്ഥിതിക്കാണെങ്കിൽ 7 ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന കർമ്മഫലമായിട്ട് 7 ജന്മങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ 7 ജന്മങ്ങളിലും തീയവൈ ചെയ്യേണ്ട, തിന്മകൾ ഒരിക്കലും നമ്മുടെ വന്ന് സ്പർശിക്കില്ല, തീണ്ടത്തില്ല. ഏത് സാഹചര്യത്തിൽ? പഴിപ്പിറങ്ക എന്ന് പറഞ്ഞാൽ അന്യരാൽ പഴി പറയപ്പെടാത്തവരായ ധർമ്മ സംസ്കാരശീലരായ മക്കളെ ലഭിക്കുമെങ്കിൽ, ആ തരത്തിലുള്ള മക്കളെ നമുക്ക് ലഭിക്കുമെങ്കിൽ 7 ജന്മങ്ങളിലും നമുക്ക് ഒരു തിന്മയും വന്ന് സ്പർശിക്കുക പോലും ചെയ്യില്ല. ഇവിടെ മക്കട്ട് എന്ന് പറഞ്ഞാൽ മക്കൾ എന്നുള്ള മീനിങ് ആണ്. മക്കട്ട് പെറിൻ, അങ്ങനത്തെ സന്താനങ്ങൾ ലഭിക്കുമെങ്കിൽ, അന്യരാൽ പഴി പറയപ്പെടാത്തവരായ ധർമ്മ സംസ്കാരശീലരായ മക്കളെ ലഭിക്കുമെങ്കിൽ, കർമ്മഗതിയാൽ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന 7 ജന്മങ്ങളിലും അവരെന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ ദുഃഖങ്ങൾ സ്പർശിക്കുകയില്ല. അന്യമാർ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യാത്തവരായ ലോകസമ്മതന്മാരായ ഉത്തമ സന്താനങ്ങളെ പ്രസവിക്കുന്നവർക്ക് അവരുടെ 7 ജന്മങ്ങളിലും ദുഃഖിക്കേണ്ടി വരികയില്ല. തുടർന്നുള്ള 7 തലമുറകൾക്കും ദുഃഖിക്കേണ്ടി വരില്ല എന്നും പറയണം. ധർമ്മം പുനർജന്മത്തിന്റെ വഴി അടയ്ക്കുന്ന കല്ലാണ് എന്ന് നമ്മൾ 4-ാം അധ്യായത്തിൽ 8-ാം കുറലിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ധർമ്മങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അടുത്ത 7 ജന്മങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകില്ല. ആ ആദ്യത്തെ ഇതിൽ തന്നെയാണ് നമുക്ക് ദേവന്മാരോടൊപ്പം, അല്ലെങ്കിൽ സ്വർഗലോകത്തിൽ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ ധർമ്മം തന്നെയാണ് അടുത്ത 7 ജന്മത്തിലേക്കുള്ള വാതിലുകൾ മുമ്പ്, അല്ലെങ്കിൽ പാതയ്ക്ക് ഒരു തടസ്സമായി വന്ന് അതിനെ നിന്നുകൊള്ളും എന്ന് പറഞ്ഞു. ധർമ്മം പുനർജന്മത്തിന്റെ വഴി അടയ്ക്കുന്ന കല്ലാണ് എന്ന് 4-ാം അധികാരം 8-ാം കുറലിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ധർമ്മനിഷ്ഠന്മാർക്ക് സത്സന്താനങ്ങളും ഉണ്ടാകും. അപ്പോൾ പിന്നെ അവരുടെ തുടർന്നുള്ള 7 ജന്മങ്ങളിലും എന്ന് പറയുന്നതോ, കർമ്മഗതിയാൽ ഏതെങ്കിലും ഒരു അബദ്ധവശാൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു 7 ജന്മം എടുക്കേണ്ടി വന്നാൽ, കർമ്മഗതിയാൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചു പോവുകയാണെങ്കിൽ പോലും എന്നേ വിവക്ഷയുള്ളൂ. അതുകൊണ്ടാണ് തുടർന്നുള്ള 7 തലമുറകൾക്കും ദുഃഖിക്കേണ്ടി വരില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ പിന്തുടർന്ന് വരുന്ന 7 തലമുറകൾക്കും എന്ന വ്യാഖ്യാനം കൂടുതൽ പ്രസക്തമാവുന്നത്. 7 ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ അതും എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ദേവൻ, മനുഷ്യർ, മൃഗം, ഇഴജന്തു, ജലജന്തു, വിഹകം, സസ്യം. അതാണ് 7 ജന്മങ്ങൾ എന്ന് കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ സർ, അടുത്തത് 63. കുറൽ 63. തം പൊരുൾ என்ப തം മക്കൾ, അവർ പൊരുൾ തം തം വിனை யான் வரும். தம் பொருள் என்ப தம் மக்கள், அவர் பொருள் தம் தம் வினை யான் வரும். மக்கள்தான் സമ്പത്ത്, അവർക്ക് 7 സമ്പത്തും. മക്കൾ താൻ സമ്പത്ത്, അവർക്ക് 7 സമ്പത്തും. സൽക്കർമാൽ ചേരുന്നു തന്നിൽ. On wealth is on children. The result comes from one's deeds. തം പൊരുൾ
തം പറഞ്ഞാൽ തൻ്റെ സ്വന്തമായ സമ്പാദ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ന് എന്നുള്ള മീനിങ്ങിലാണ്. എന്ന് പറയുന്നതാണെങ്കിൽ തം തൻ്റെ മക്കൾ തന്നെയാണ്. അത് മാത്രമല്ല, അവർ ആ മക്കൾ സമ്പാദിക്കുന്ന എല്ലാം, വിശിഷ്യ ധനം മാത്രമല്ല, സൽപ്രവൃത്തി അല്ലെങ്കിൽ യശസ് അല്ലെങ്കിൽ കീർത്തി, ഇവയെല്ലാം തന്നെ ചെന്ന് ചേരുന്നതും ആ മക്കളുടെ അച്ഛനമ്മമാർക്ക് തന്നെയാണ്. തം പൊരുൾ എന്മ തമ്മക്കൾ, തങ്ങളുടെ സന്നദ്ധ തന്നെയാണ് നമ്മുടെ സമ്പാദ്യം അല്ലെ സമ്പത്ത്. അവർ പൊരുൾ തത്തം, അവർ സമ്പാദിക്കുന്ന സ്വരൂപിച്ച് കൂട്ടുന്ന സമ്പത്തുകൾ. തത്തം വിനയാലുര, അവർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ഉണ്ടാകുന്ന സൽപ്പേരായാലും കീർത്തിയായാലും ശ്രേഷ്ഠതായാലും എന്തൊക്കെയാണോ അവർ ധനമായിട്ട് ഉണ്ടാക്കുന്നതും അല്ലാതെ സമ്പാദിക്കുന്ന വസ്തുവകകളായാലും ഇതെല്ലാം വീണ്ടും നമുക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല പുത്രന്മാരെ ലഭിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തങ്ങളുടെ മക്കൾ തന്നെയാണ് തങ്ങളുടെ സമ്പത്ത് എന്ന് അറിവുള്ളവർ പറയുന്നു. ആ സന്താനങ്ങൾ സമ്പാദിക്കുന്ന ധനവും പ്രശസ്തി, വിദ്യാഗുണം, സമ്പത്ത്, അംഗീകാരം തുടങ്ങിയ എല്ലാം തന്നെ അവർ ചെയ്യുന്ന സൽപ്രവർത്തിക്കനുസരിച്ച് വരും, തങ്ങളിൽ തന്നെ വന്നു ചേരും. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ. ഖുറാൻ 64. അമിഴത്തിനും ആറ്റ ഇനിതേ തം മക്കൾ ചിറു കൈ അലാവിയ കൂൾ. അമിഴത്തിനും ആറ്റ ഇനിതേ തം മക്കൾ ചിറു കൈ അലാവിയ കൂൾ. മലയാളം: അമൃതനേക്കാളും രുചികരം മക്കൾ തൻ ചെറുകൈ വിളയാടും കൂഴു. അമൃതനേക്കാളും ഉത്കൃഷ്ടമാണ് മക്കളുടെ കൈകൾ കൊണ്ട് സമ്പാദിക്കുന്ന കാര്യങ്ങൾ. റൈസ് ടേക്കൺ ബൈ ടൈനി പാംസ് ഓൺ ഓൺ ചിൽഡ്രൻ. Rice taken by tiny palms of own children is delicious than nectar. ഓക്കെ സർ, ഞാൻ ആദ്യം വായിക്കാം. അമിഴ്തിനും ആറ്റ ഇനിതേ തം മക്കൾ ചിറു കൈ അളാവിയ കൂൾ. കൂൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പൈതലിന് അല്ലെങ്കിൽ ജനിച്ച് ഒരു 6 മാസം 1 വയസ്സ് വരെ ആകുന്ന കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന കുറുക്ക്. അത് ഈ പറഞ്ഞ സാധാരണ നമ്മൾ പിന്നെ കേൾവരകെന്ന് തമിഴിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റാഗി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കുറുക്ക് വരുന്ന ആ കുറുക്കാണ്. അത് എന്തായിക്കോട്ടെ, ചിലപ്പം പച്ചക്കറിയുടേതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കയുടെ ഇതായിരിക്കാം, എന്തിൻ്റെ ആയാലും ഒരു കുറുക്ക്. ആ പിന്നെ പല്ല് മുളയ്ക്കാത്ത കുഞ്ഞിന് കൊടുക്കുന്ന കുറുക്ക് കൂൾ, അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണമായിട്ട് വരുന്നത് കേപ്പൻ കൂൾ എന്ന് പറയുന്നുണ്ട്. കേപ്പൻ എന്ന് പറഞ്ഞാൽ ചോളം, മുതിര, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ ആ കഞ്ഞി എന്ന് പറയുന്നതിനെയാണ് കൂൾ എന്ന് പറയുന്നത്. അത് നാട്ടുമ്പുറങ്ങളില്, തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളില് വളരെ നിത്യ ഇതിലുള്ള സംസാരത്തിലുള്ളതാണ് കൂൾ. കൂൾ കുടിക്കുന്നതാണെന്ന് കേട്ടാൽ ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നു എന്നുള്ള അതേ ഇത് തന്നെയാണ് കൂൾ. അപ്പൊ 2 ഇതിൽ വരുന്നുണ്ട്. പ്രായമുള്ളവർക്കും വരുന്നുണ്ട് കൂൾ വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കും കുറുക്ക് എന്നുള്ളതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ കുറുക്ക് ഒരു കുഞ്ഞിന്റെ മുമ്പിലുണ്ട് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ആ പാത്രത്തിലെ കൈയിട്ട് മൊത്തം
വിരയി, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന വിരയി എന്ന് പറഞ്ഞാൽ അത് കളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കളിച്ച് പാത്രത്തിലും തറയിലും ദേഹത്തും മറ്റുമാക്കി വയ്ക്കുന്ന കൂൾ, അത് സന്ദർഭവശാൽ യാദൃച്ഛമായിട്ട് അമ്മയോ നമ്മളോ ആരെങ്കിലും ഒന്ന് തൊട്ട് പിന്നെ എന്താ പറഞ്ഞാൽ രുചിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടണമെങ്കിൽ അതിന്റെ ഈ കുഞ്ഞിന്റെ ആ കൈകൾ പിന്നെ വിരവിയ ആ കഞ്ഞ് അല്ലെങ്കിൽ കുറുക്ക് അമൃതിനേക്കാളും വളരെ രുചികരവും നമുക്ക് ഇൻപം തരുന്നതായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് സന്തോഷം തരുന്ന ഒന്നായിട്ട് കവി കാണുന്നുണ്ട്. അമൃതിനേക്കാളും രുചികരമായിരിക്കും മക്കൾ തൻ ചെറു കൈ വിളയാടും കുറുക്ക്. അമൃതിനേക്കാളും മധുരവും രുചികരവും ആയ ഒന്നുണ്ടോ? തീർച്ചയായിട്ടും അമൃതാണ് ഏറ്റവും വലുത്. ഈ പണ്ട് പറയാനുള്ളത് പാലാഴി കഴിയുമ്പോഴുള്ള കിട്ടുന്നത്, അല്ലെങ്കിൽ പാൽക്കടൽ കടഞ്ഞ് കിട്ടുന്ന ദിവ്യ ഔഷധമാണ് അമൃത്. ആ അമൃത് കഴിച്ചാല് എന്താ പറഞ്ഞ പോലെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കാം എന്നുള്ളതൊക്കെയാണ്. ആ അമൃതിനേക്കാളും ശ്രേഷ്ഠമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ കൈവിരൽ കൊണ്ട് കിട്ടുന്ന കുറുക്ക്. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിഞ്ചോമനുകളുടെ മൃദുലമായ കൈകൾ കുഴച്ചു മറിച്ച ഭക്ഷണം അത് അമൃതിനേക്കാളും പ്രിയങ്കരമാവുന്നു. അമൃതിനും ആറ്റ ഇനിതേ തം മക്കൾ ചെറുകൈ അളാവിയ കൂൾ. ഓക്കെ സാർ. குறள் 65. மக்கள் மெய் தீண்டல் உடற்கு இன்பம் மற்ற அவர் சொற் கேட்டல் இன்பம் செவிக்கு. மக்கள் மெய் தீண்டல் உடற்கு இன்பம் மற்ற அவர் சொற் കേട്ടൽ ഇമ്പം ചെവിക്കൂ. മലയാളം. മക്കൾ തൻ മെയ് പുൽകൽ ഉടലിന് അവർ ചൊൽ കേൾക്കലോ ചെവിക്ക് ഇമ്പം. അതായത് മക്കളെ ആലിംഗനം ചെയ്യുന്നതും അവരുടെ വാക്കുകൾ കേൾക്കുന്നതും പോലെ മഹത്തരമായി വലിപ്പമുള്ളതായി മറ്റൊന്നുമില്ല. ഇറ്റ് ഈസ് പ്ലഷർ ടു അവർ ഫിസിക് ടു എംബ്രാസ് അവർ കിഡ്സ് ആൻഡ് ടു ഹിയർ their വേർഡ്സ്. ഓക്കെ സാർ, ഞാൻ വായിക്കാം. മക്കൾ, അതായത് കവി പറയുന്നത് ആദ്യം നമ്മുടെ ഗൃഹസ്ഥാശ്രമം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പത്നിയുടെ മഹാത്മ്യം പറഞ്ഞു. ഈ രണ്ടുപേരും ശ്രേഷ്ഠമായി നയിക്കുന്ന ദാമ്പത്യത്തിൽ ജനിക്കുന്ന കുഞ്ഞുകൾ എങ്ങനെ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആദ്യത്തെ 3 ഈരടികളിലായിട്ട് പറഞ്ഞു വന്നു. അടുത്തത്, അങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് നമ്മുടെ കാണിക്കുന്ന വാത്സല്യവും അവരെ നമ്മൾ പോറ്റുന്നതും അവര് വളർന്നു വരുന്ന ആ സാഹചര്യങ്ങളും ഇതെല്ലാം എങ്ങനെ ആയിരിക്കും എന്ന് കവി ഒന്നുകൂടി നമുക്ക് അത് കാണിച്ചിരുന്നു. അതായത് ആദ്യം അവരെ നമുക്ക് ഭക്ഷണത്തിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണക്കുറുക്ക് അതിൽ അവർ കൈയിട്ട് വേഗി എല്ലാം തറയിലൊക്കെ ഇതാക്കി കഴിയുമ്പോൾ നമ്മൾ സന്ദർഭവശാൽ അത് ഒന്ന് രുചിക്കുകയാണെങ്കിൽ അത് വളരെ അമൃതിനേക്കാളും വളരെ രുചികരമായിരിക്കും എന്ന് പറഞ്ഞു. അടുത്തത്, ഈ പിഞ്ചു പൈതലിനെ നമ്മൾ വാരി ഉണരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അത് അടുത്ത് പറഞ്ഞു. മക്കൾ മെയ്, അതിന് ദേഹം എന്ന് പറയുന്നില്ല, മെയ് അവിടെ വളരെ എന്താ പറഞ്ഞാൽ കുരുന്നു മെയ്, മക്കളുടെ കുരുന്നു മെയ്യിൽ സ്പർശിക്കുന്നത് തന്നെ അച്ഛനമ്മമാരുടെ ദേഹത്തിന് നിർവൃതിപ്രദമാകുന്നു. ആ കുഞ്ഞിനെ പുണർന്ന് അല്ലെങ്കിൽ അതിനെ എടുത്ത് വാത്സല്യത്തോടെ നമ്മുടെ ആകർഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പം മറ്റേതിനേക്കാളും നന്നായിട്ടെന്ന് പറയുന്നത്. അടുത്തത്, അവര് പറയുന്ന ആ കൊച്ചു 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 കൊഞ്ചലുകൾ ചെവിക്ക് ഇൻപം തരുന്നു എന്ന് പറയുന്നു. അപ്പം പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഈ കുഞ്ഞു
കുട്ടികളുടെ കുരുന്നുകളുടെ ഓരോ പ്രവൃത്തിയും ഓരോ രീതിക്കുള്ള ഒരു അനുഭൂതി തരുന്നു എന്നാണ് കവിയുടെ പറഞ്ഞത്. അവർ വീണ്ടും അവിടെ നിഷ്കളങ്കമായ ചൊർ എന്ന് പറഞ്ഞ ചൊൽ എന്നുള്ളതാണ്. കേട്ടാൽ മൃദുല മൊഴി കേൾക്കുക എന്നത് കാതുകൾക്ക് ധന്യതയും പകരുന്നു. ആകെ 7 വാക്കേ ഉള്ളൂ. മക്കൾ മെയ് തീണ്ടൽ ഉടർക്ക് ഇൻപം. മക്കളുടെ ദേഹം ഒന്ന് സ്പർശിക്കുന്നതന്നെ നമുക്ക് ഒരു ഇൻപമായിട്ട് മാറുന്നു. അവരുടെ ആ കൊഞ്ചലുകൾ കേൾക്കുന്നത് തന്നെയാണ് ചെവിക്ക് ഇൻപമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ സർ. കുഴൽ 66. കുഴൽ ഇനിതു യാഴ് ഇനിതു എമ്പ തം മക്കൾ മഴலை சொல் கேளாதவர். குழல் இனிது யாழ் இனிது எம்ப தம் மக்கள் மழலை சொல் கேளாதவர். കുഴൽ ഇനിത് യാഴ് ഇനിത് എന്ന് ഓതുവോർ മക്കൾ തൻ മധുരമൊഴി കേട്ടിടാത്തോർ. കുഴലിന്റെയും അല്ലെങ്കിൽ ഫ്ലൂട്ടിന്റെയും വീണയുടെയും ഒക്കെ ശബ്ദം കാതിന് എത്രമാത്രം ഇമ്പമാണ് പലർക്കും. എന്നാൽ അതിനേക്കാൾ മഹത്തരമാണ് മക്കളുടെ മധുരമായ മൊഴി. അത് കേൾക്കാത്ത ആളുകളാണ് അതിനേക്കാൾ മധുരമായി ഈ പറയുന്ന കുഴലിനെയും വീണയെയും സ്വീകരിക്കുന്നത്. ഇംഗ്ലീഷിൽ who say sound of flute and veena are sweet to ears are those who do not hear on children's sweet chirping. Who say sound of flute and veena are sweet to ears are those who do not hear on children sweet chirping. ഇത് വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. നമുക്ക് മലയാളത്തിലായാലും തമിഴിലായാലും അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കുഴൽ, പുല്ലാങ്കുഴൽ, ഇനിത് ഇൻപം ഏറിയത്, യാഴ് എന്ന് പറഞ്ഞാൽ വീണ, യാഴ് ഇസൈപ്പ് എന്ന് പറഞ്ഞാൽ യാഴ് ഇസൈ എന്ന് നമുക്ക് കേൾക്കാറുണ്ട്. യാഴ് എന്ന് പറഞ്ഞാൽ വീണ ഉള്ളതിലാണ്. ഇനിത് ഇൻപമായത് എന്ന് പറയുന്നത് ആരാ പറയുന്നത്? സ്വന്തം മക്കളുടെ കൊച്ചു പൈതലുകളുടെ വാമൊഴി കേൾക്കാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. പുല്ലാങ്കുഴൽ മധുരമാണ്, തന്ത്രിവാദ്യം മധുരമാണ് എന്നൊക്കെ പറയുന്നവർ ആരാണ്? അവനവന്റെ കുഞ്ഞുങ്ങളുടെ കൊഞ്ചിയുള്ള മധുര വർത്തമാനം കേൾക്കാത്തവർ തന്നെ. അതായത് ആ കുഞ്ഞു പൈതലിൻ്റെയൊക്കെ കണ്ടിരിക്കുന്നതും അവർ പറയുന്നത് കേട്ടിരിക്കുന്നതും അവരുടെ പ്രവർത്തികൾ നോക്കിയിരിക്കുന്നതൊക്കെ തന്നെയാണ് ഒരു പ്രത്യേക അനുഭൂതി. അതായത് ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ സന്താനങ്ങൾ തന്നെയാണ് അത് ജനിച്ചത് മുതൽ അവരെ വിദ്യാസമ്പന്നരാകുന്ന ആ കാലഘട്ട വരെയിലും അല്ലെങ്കിൽ അതിന് ശേഷവും എപ്പോഴും നമുക്ക് നിർവൃതി തരുന്നു എന്നുള്ളതിനെയാണ് കവി എടുത്തു പറയുന്നത്. കുഴൽ ഇനിത് യാഴ് ഇനിത് എൻപ് തം മക്കൾ മഴലെ ചൊൽ കേളാതവർ. അത് കേൾക്കാത്തവരായിരിക്കും ഇങ്ങനെ പറയുന്നത്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇതൊക്കെ അതായത് കവി ഓരോ കാര്യം പറയുമ്പോഴും അതിന്റെ ഉന്നതിയിലോട്ട് ഏറ്റവും ദ ബെസ്റ്റ് എക്സാമ്പിളിലെ കൊണ്ട് പറയുന്നത്. അതാണ് ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ വളരെ ഉന്നതമായത് എന്ന് വരുത്തി തീർക്കാനായിട്ട് പല ഉപയോഗങ്ങളും പറയാറുണ്ട്. അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പം ആ കുട്ടികളുടെ ഇതിലേക്ക് അടുത്ത് വീണ്ടും ഒന്നുകൂടി പറയുന്നുണ്ട്. അടുത്ത് 67 വയസ്സിൽ സർ. குறள் 67. தந்தை மகர்கு ஆரரும் நன்றி அவையத்து முந்தி இருப்பாச் செயல். தந்தை மகர்க்கு அறவும் நன்றி அவையத்து முந்தி இருப்பா
അച്ഛന്റെ കടമ തൻ മകനെ വിദ്യ സഭയിൽ അത്രയും മുന്തിയോർ ആക്കലാണ്. ഒരു അപ്പന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് കുട്ടിയെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അറിവ് നൽകുക എന്നതാണ്. അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. Duty of father is to provide his son a prominent place amidst the land. ഒരിക്കൽ കൂടി വായിക്കാം. തந்தை மகர்வு ஆறரும் நன்றி അവയത്തു മുന്തി ഇരിപ്പച്ചയൽ. ഒരു പിതാവിന്റെ കടമ തന്റെ മകനെ വിദ്യാഭ്യാസം നൽകുക. സമൂഹത്തിൽ അത്രയും മുന്തിയതാക്കാൻ പറ്റുമോ വിദ്യയിൽ, അതാണ് ഏറ്റവും മഹാകാര്യം. ഡ്യൂട്ടി ഓഫ് ഫാദർ ഈസ് ടു പ്രൊവൈഡ് ഹിസ് ഓൺ എ പ്രോമിനന്റ് പ്ലേസ് amidst the land. ഓവർ. നേരത്തെ നമ്മൾ 3 ഈരടികളിൽ പറഞ്ഞത് എങ്ങനത്തെ സന്താനങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്, ലഭിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ അനുഭൂതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തത് കുഞ്ചു പൈതൽ 3 അധികാരങ്ങളിലായിട്ട് പറഞ്ഞത്, ഈരടികളിൽ പറഞ്ഞത് ആ കുഞ്ചു പൈതങ്ങളുടെ പ്രവൃത്തിയും വാക്കും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സന്തോഷം പകരുമെന്ന് പറഞ്ഞു. ഇനി അതിന്റെ അടുത്ത സ്റ്റേജായി പൈതൽ വളർന്നു വരുമ്പോൾ അച്ഛന് പല കടമകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കടമയാണ് പണ്ഡിതന്മാരുടെ സദസ്സിൽ, അതാ പറയുന്നത് മറ്റേ വിദ്യ സഭയാണ്. വിദ്യാസമ്പന്നരായ ആൾക്കാർ തിങ്ങിക്കൂടിയിരിക്കുന്ന ആ സഭയിൽ ഇവന് അവിടെ ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ് ആ പുത്രന്. ആ രീതിക്ക് അവനെ അറിവുള്ളവനും ജ്ഞാനമുള്ളവനാക്കി വളർത്തണം. തந்தை മകർക്ക് ആറ്റും നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ ഇവിടെ നന്ദി എന്ന് പറയുമ്പോൾ നന്ദി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഉപകാരം എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാല് അവന് നല്ല വിദ്യ നൽകുക എന്നുള്ളതാണ്. തந்தை മകർക്ക്, മകർ എന്ന് പറഞ്ഞാൽ മകൻ അല്ലെ മക്കൾക്ക് ചെയ്യാനുള്ള നന്ദി, ഉപകാരം. അവയത്തിന് ഈ ലോകത്ത് മുന്തിരിപ്പ് ചെയ്യൽ. അവയെന്ന് പറയുമ്പോൾ സഭ എന്നുള്ള മീനിങ്ങിന് വരുന്നുണ്ട്. അവയോർ മുൻ, സഭയ്ക്ക് മുന്നിൽ എന്നുള്ള മീനിങ് വരുന്നുണ്ട്. തந்தை മകർക്കാറ്റ് നന്ദി, മലയാളത്തിൽ നന്ദി എന്ന് തന്നെ പറയുന്നത് നമ്മൾ ഉപകാര സ്മരണ എന്നുള്ള പറയുന്ന പോലെ തന്നെയാണ്. അവയത്ത് മുന്തി ഇരുപ്പ് ചെയ്യൽ. അച്ഛന്റെ കടമ തൻ മകനെ വിദ്യ സമ്പന്നരായ സഭയിൽ അത്രയും മുന്തിയോൻ ആക്കൽ. പിതാവ് പുത്രൻ ചെയ്യേണ്ടതായ നന്മ എന്തെന്നാൽ അവനെ പണ്ഡിതന്മാരുടെ സദസ്സിൽ ഏറ്റവും മുന്നിൽ ഇരിക്കുന്നതായിട്ട് ആക്കി തീർക്കൽ ആകുന്നു. കുഞ്ഞുമക്കളുടെ അതില് അടുത്തത്, ഒരച്ഛൻ തൻ്റെ മകനോട് നിർവഹിക്കേണ്ട മുഖ്യമായ കടമ അവനെ അങ്ങേയറ്റം വിദ്യാസമ്പന്നനാക്കുക എന്നതാണ്. ഏത് പണ്ഡിത സദസ്സിൽ ചെന്നാലും ഒന്നാമനായി ഏറ്റവും ബഹുമാന്യനായി ഇരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ മകന് നേടിക്കൊടുക്കുക എന്നതാണ്. അത് ഈ 2000 വർഷങ്ങൾക്ക് മുമ്പും ആ വിദ്യയുടെ ഇല്ലെങ്കിൽ അറിവിന്റെ ബാലപാഠങ്ങൾ അച്ഛനിൽ നിന്ന് തന്നെ ലഭിക്കണം എന്നുള്ളതിന്റെ ഒരു സൂചന കവി നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ സർ. ഓക്കെ. കുറൽ 68. തമ്മിൽ തം മക്കൾ അറിവ് ഉടൈ മൈ മാ നിലത്ത് മൻ ഉയർക്കു എല്ലാം ഇനിതു. തമ്മിൽ തം മക്കൾ അറിവ് ഉടൈ മൈ മാ നിലത്തു മൻ ഉയർക്കു എല്ലാം ഇനിതു. തങ്ങളെക്കാൾ അറിവിൽ
തങ്ങളുടെ മക്കൾ ഉയരണം. ഇതാണ് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും അഭികാമ്യം ആയിട്ടുള്ളത്. ഇംഗ്ലീഷ്. All people get delight when their kids become wiser than them. Over. തമ്മിൽ മക്കൾ തങ്ങളെക്കാൾ, അത് അച്ഛനെയും അമ്മയേക്കാൾ സ്വന്തം മക്കൾ അറിവ് ഉടയமை മാനിലത്ത് മൺ ഉയർക്ക് എല്ലാം ഇനിത്. സ്വന്തം മക്കൾ വിദ്വാൻമാരായിരിക്കുന്നത് ഈ വിശാലമായ ഭൂമിയിൽ നിലനിൽക്കുന്ന മനുഷ്യർക്കെല്ലാം മാത്രമല്ല, ചിലപ്പോൾ മറ്റു ജീവജാലങ്ങൾക്കും കൂടി തന്നെക്കാളും മാതാപിതാക്കളെക്കാളും ഇഷ്ടകരമായിരിക്കും. അതായത് എല്ലാ ജീവജാലങ്ങളോടും അവൻ കനിവുള്ളവനായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമുള്ളവനായിരിക്കും. കാരണം അവൻ ആ വിദ്യ ഗുണത്തിന്റെ ഫലം അവൻ കാണിക്കും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് അച്ഛനമ്മമാർക്ക് മാത്രമല്ല, തൻ മക്കളുടെ അറിവിന്റെ ഗുണം ലഭിക്കുന്ന, അവർ നിൽക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ നന്മ ലഭിക്കും എന്ന് അത് പറയുന്നു. ഒരച്ഛനും സ്വന്തം മക്കൾ വിദ്യാഭ്യാസത്തിൽ, പ്രതിഭയിൽ, പാണ്ഡിത്യത്തിൽ തന്നെക്കാൾ കവിഞ്ഞു പോകരുത് എന്ന് കരുതുകയില്ല. അവർ തന്നെക്കാൾ എല്ലാറ്റിലും മേലെയാവണം എന്നേ മോഹിക്കൂ. അറിവുകൊണ്ട് മക്കൾ ഉയർന്നവരാവുന്നതിൽ അച്ഛനമ്മമാർക്ക് അധികം സന്തോഷിക്കുന്നത് ഈ ലോകത്ത് ഉള്ള മറ്റനേകം പേരാവാം. അവിടെ വൈദഗ്ധ്യവും ലോകത്തിനാണല്ലോ അധികം പ്രയോജനപ്പെടുക. അതുകൊണ്ട് സ്വന്തം അച്ഛനമ്മമാരെക്കാളും കൂടുതൽ ഈ ലോകത്തുള്ളവർക്കാണ് അതിന്റെ ഫലം ലഭിക്കുക. കുറൽ 69 തമിഴ്. இந்த பொழுதேர் பெரிர் உவக்கும் தன் மகனை சான்றோன் என கேட்ட தாய். தமிழ் ஒരിക്കൽ കൂടി. இந்த பொழுதிர் பெரித் உவக்கும் தன் மகனை சான்றோன் എന കേട്ട തായ്. പെറ്റ സന്തോഷം പെരുക്കും അമ്മയ്ക്ക് തൻ പുത്രൻ മഹാൻ എന്ന് കേൾക്കെ. ഒരമ്മയ്ക്ക് അവരുടെ സന്തോഷം അത്യധികമാകുന്നത് തൻ്റെ പുത്രൻ അല്ലെങ്കിൽ മക്കൾ വളരെ മഹാനാണ് അല്ലെങ്കിൽ മഹതിയാണ് എന്ന് കേൾക്കുന്നതാണ്. ഇംഗ്ലീഷ്. Mother enjoys more bliss while she hears others praise her son than at the moment of giving birth. Over. Yes. കുറൽ 69. ഈൻ്റെ പൊഴുതിൽ പ്രസവിച്ച സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം, അവളെന്ന് പറഞ്ഞാൽ ഋതിമതിയായി കഴിഞ്ഞ, വിവാഹം കഴിഞ്ഞ ആ ദാമ്പത്യത്തിന്റെ മഹിമ കൊണ്ട്, അതിന്റെ ധർമ്മം കൊണ്ട് അവർക്കൊരു പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ ലഭിക്കുന്ന ആദ്യത്തെ സന്ദർഭം, കുഞ്ഞിന് ജന്മം നൽകുന്ന ആ സന്ദർഭത്തിനാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. 10 മാസം ഉദരത്തിൽ ചുമന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ച് ഈ ലോകത്തേക്ക് തരുമ്പോൾ ഉണ്ടാകുന്ന ഏത് സ്ത്രീക്കും അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ് ആ പുത്രൻ അല്ലെങ്കിൽ പുത്രി മറ്റുള്ളവരെ കൊണ്ട് ഇവൻ ഒരു മഹാൻ, മഹതി അല്ലെങ്കിൽ ശ്രേഷ്ഠനായവൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുള്ള ഒരു അനുഭൂതിയാണ്. അതിന് ജന്മം നൽകിയതിനേക്കാളും കൂടുതലായിട്ട് അവരെ
സന്തോഷിക്കുന്നത്. അങ്ങനത്തെ ഒരു പുത്രന് ഞാൻ ജന്മം നൽകേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു അനുഭൂതി. ഇതിലൊന്നും വളരെ എന്താ പറഞ്ഞ പോലെ വളരെ കട്ടി കൂടിയുള്ള വാക്കുകളോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അങ്ങനെ കവി തൻ്റെ നിത്യ ജീവിതത്തിൽ നിന്നും നിത്യമായിട്ടുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് നമുക്ക് അത് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു മാത്രമേ വരുന്നുള്ളൂ. குறள் 70. மகன் தந்தைக்கு ஆறரும் உதவி, இவன் தந்தை என் நோட்டான் கொல் எனும் சொல். தமிழ். மகன் தந்தைக்கு ஆறரும் உதவி, இவன் தந்தை என் நோட்டான் கொல் என்னும் சொல். മലയാളം. ഇവന് ഏത് പുണ്യഫലം എന്ന് ഉലക് വാഴ്ത്തുവത് മകൻ അച്ഛന് ഏകും ഉപകാരം. തൻ്റെ മകൻ വളരെ നല്ലവനാണ്, ഉന്നതനാണ്, പുണ്യവാനാണ് എന്ന് ലോകം വാഴ്ത്തുന്നത് കേൾക്കുന്ന അപ്പൻ മഹാഭാഗ്യവാൻ. English. Duty incumbent on a son is to make people ask, what noble deed brought such a son to his father? Over. അതായത് വീണ്ടും നമ്മുടെ അധ്യായം 7 ആദ്യത്തെ ഈരടിൽ നിന്ന് തുടക്കമാണെങ്കിൽ ആ പുത്രന്മാരെ എങ്ങനെയാണ്, അവരുടെ ശ്രേഷ്ഠ ഗുണം എന്തൊക്കെയാണ്, എങ്ങനെ ആയിരിക്കും എന്നുള്ളതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പൈതലിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഒരു അച്ഛന്റെ കടമ എന്തായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ആ പുത്രനോട് അല്ലെങ്കിൽ ആ മക്കളോട് ചെയ്യേണ്ട കടമ അച്ഛനാണ് ഏറ്റവും അവിടെ കടമയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അച്ഛൻ കടമ നിർവഹിക്കുമ്പോൾ ആ പുത്രൻ അല്ലെങ്കിൽ പുത്രി വളരെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അന്നേരം ആ അമ്മയ്ക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി, സന്തോഷത്തിനെയാണ് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ പൂർണ്ണത മാതൃത്വമാണല്ലോ. ആ നിലയ്ക്ക് ഒരു മകനെ പ്രസവിക്കുന്നതോടെ അവളുടെ സന്തോഷം പരിപൂർണമാവുന്നു. എന്നാൽ ആ മകൻ ഇതാ ലോകം വാഴ്ത്തുന്ന ഒരു മഹാനായി തീർന്നിരിക്കുന്നു എന്നുകൂടി കേൾക്കുമ്പോഴോ ആ അമ്മയുടെ ചാരിതാർത്ഥ്യത്തിന്റെ കഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ കവി അടുത്തിലേക്ക് പറയുകയാണ്, ഈ പുത്രൻ ആ തരത്തിലുള്ളൊരു ആവുമ്പോൾ ലോകം ചോദിക്കും, ഇങ്ങനത്തെ ഒരു പുത്രൻ ലഭിക്കാൻ ആ ദമ്പതികളാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ അച്ഛൻ എന്ത് തപസ്സാണ് അനുഷ്ഠിച്ചത്. അതാണ് ആ നോറ്റാൻ എന്ന് പറഞ്ഞാൽ നോമ്പാണ്. എന്ത് നോമ്പ് നോറ്റിട്ടാണ് അല്ലെങ്കിൽ തപസ് ഇരുന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പുത്രന് ആ ദമ്പതികൾക്ക് ലഭിച്ചത് എന്ന് അവർക്ക് അറിയാൻ ആകാംക്ഷയാണ്, ലോകത്തിന് അറിയാൻ ആകാംക്ഷയാണ്. ഈ മകനെ പ്രസവിക്കുവാൻ ഇവന്റെ അച്ഛൻ അമ്മമാർ എന്തൊക്കെ നോയമ്പുകളാണാവോ നോറ്റത്, എന്തൊക്കെ തപസ്സുകളാണാവോ ചെയ്തത് എന്നൊക്കെ ലോകം അത്ഭുത ആദരങ്ങളോടെ മകനെ നോക്കി വാഴ്ത്തുമാറാകണം. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഒരു മകൻ തൻ്റെ അച്ഛനോട് ചെയ്യേണ്ട ഉപകാരം. അപ്പോ ഗൃഹസ്ഥനായ തിരുവള്ളുവർ തൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്ത ഒരു ഏട് ആണ് ഇത്. സൽപുത്ര ഫലം എന്നുള്ള അധ്യായത്തിൽ കൂടി പറയുന്ന ആ പത്രം ഈ കാലഘട്ടത്തിലും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ജീവിതത്തിലും അത് ലോകത്തെ ഏത് മൂലയിലും മുക്കിലാണെങ്കിൽ പോലും എല്ലാവർക്കും അത് ഒരേപോലെ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും ധർമ്മം അനുഷ്ഠിക്കാനും കർമ്മം ചെയ്യാനും ഉള്ള ഒരു മാർഗമായിട്ട്, മാർഗദർശിയായിട്ട് ഈ അധ്യായം
മാറുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അറിവ് വെച്ച നാൾ മുതൽ ഇന്ന് വരെയും നയിച്ചു കൊണ്ടുപോകുന്ന കുറളുകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 3-4 ഒന്ന്, അച്ഛൻ മകൻ എന്ത് ചെയ്യണം, മകൻ അച്ഛൻ എന്ത് ചെയ്യണം, മകൻ അമ്മയ്ക്ക് നൽകുന്ന ആ പ്രസവിച്ചതിൻ്റെ ഒരു എന്താ പറയുക ഉപകാരസ്മരണ എന്നുള്ള രീതിക്കുള്ള ചെയ്യേണ്ടത് അങ്ങനെ ഓരോരുത്തരുടെയും കടമകൾ നിർവഹിക്കുന്നുണ്ട്. അതേപോലെ ഒരു കാലഘട്ടത്തിൽ പൈതലുകളൊക്കെ നമ്മൾ എങ്ങനെ കരുതണം എന്നുള്ളതിനും കൂടി കവി പറയുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിന് ഉള്ള എല്ലാ അംഗങ്ങൾക്കും അവരുടെ കർത്തവ്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മഹത്വം എന്തായിരിക്കും എന്ന് കൂടി കവി പറഞ്ഞു നിർത്തുന്നു. ഷാബു സാറേ, ഇനി അടുത്തിലേക്ക് കിടക്കും. കഴിഞ്ഞില്ല സാർ, കംപ്ലീറ്റ് ആയല്ലോ. ആയി. ഓക്കെ, അടുത്ത ആഴ്ചത്തേക്കുള്ള കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചർച്ച പോകാം. അടുത്ത ആഴ്ച എന്താ സാർ? ഈ പറഞ്ഞ പോലെ ഗൃഹസ്ഥനായി, കുടുംബ പത്നിയായി, സന്താന ലബ്ധിയായി, ഈ 3 കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കേണ്ടത് ജീവസ്നേഹമാണ്. ധർമ്മപത്നി, മക്കൾ, കുടുംബം, ധർമാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം പരസ്പരം ഇണക്കി നിർത്തുന്ന കണ്ണിയത്രേ ജീവസ്നേഹം. ഈ സ്നേഹം മറ്റെല്ലാ ജീവജാലങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കുമ്പോഴാണ് അതിന്റെ ധന്യത. പരസ്പര സ്നേഹം എന്ന ഈ സ്വർണ്ണക്കണ്ണി തന്നെയാണ് ലോകത്തിലുള്ള എല്ലാത്തിനെയും തമ്മിൽ തമ്മിൽ ഇണക്കി നിലനിർത്തുന്നത്. അടുത്ത അധികാരം അൻപുടമൈ. നമ്മൾ സാധാരണ ലളിതമായിട്ട് പറയുന്നതാണെങ്കിൽ ഗോഡ് ഈസ് ലവ്. ആ സ്നേഹം അല്ലെങ്കിൽ ജീവസ്നേഹത്തിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തില് തിരുവള്ളുവർ പറഞ്ഞു പോകുന്നത്. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ വളരെ മനോഹരമായ ഒരു കുറവും കൂടെ നമ്മൾ കേട്ടു. അനുവിന്ദ ഒന്ന് പറയും. വളരെ മനോഹരമായിട്ട് സാറ് ഓരോ കുരലും വായിച്ചു തന്നു, അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്നു. ജോഷി സാറും നല്ല രീതിയിൽ അത് വായിച്ച് സഹായിച്ചു. ഇപ്പൊ ലാസ്റ്റ് സാർ പറഞ്ഞപ്പോ ലാസ്റ്റത്തെ കുരല് അവസാനം 69-70 പറഞ്ഞപ്പോ നമുക്കൊരു നിർവൃതി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് നമ്മള് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ ബ്ലിസ്സാണ് അവര് മഹാനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവര് പറയുമ്പോൾ ഒരു അമ്മക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു അങ്ങനെ ഉള്ളൊരു അവസ്ഥ. അപ്പൊ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചു. അതേപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഒരു അച്ഛൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്, നമ്മളെക്കാളും നല്ല ഉയരത്തില് വിദ്യാസമ്പന്നരായി മാറുക എന്നുള്ളതാണ് ഏതൊരു പിതാവും ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഒരു കുട്ടിയെ നമ്മൾ മാറോടണക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൊഞ്ചല് കേൾക്കുമ്പോൾ അത് ഏറ്റവും സുഖകരമായ അനുഭൂതിയാന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്നത്തെ ഇന്നത്തെ അധ്യായം വളരെ മനോഹരമായിട്ടുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു അധ്യായമായിരുന്നു. അപ്പോ ഇതിന് എഫേർട്ട് എടുക്കുന്ന മോഹൻദാസ് സാറിനും അതേപോലെ ഒരുമിച്ച് കൂടെ നിൽക്കുന്ന ജോഷി സാറിനും ഇങ്ങനെ ഒരു തോട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന സാബു സാറിനും ഒക്കെ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആഴ്ചയ്ക്ക് ആകുമ്പോൾ നമുക്ക് സ്വല്പം കൂടെ ക്രിയേറ്റീവ് ആക്കണം. കാരണം നമുക്ക് സാറിന്റെ കൂടെ ഒന്ന് കൂടാം. ഞാൻ ഇന്ന് സാറ് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് റിവൈസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ സാറ് റെഡിയാണെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കും. വളരെ സിമ്പിൾ ആണ് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്. ഗീതമാം പറയും. അഡ്മിറ്റ് ചെയ്യും സാറേ. ഞാൻ സാറിന് ഒരു വോയിസ് ഇട്ടായിരുന്നു, മോഹൻ സാർ കണ്ടിട്ടില്ല. ഞാൻ റിസപ്ഷന് പോയിരിക്കുമായിരുന്നേ. അപ്പൊ ഓൺ ദ വേ ആണെങ്കിൽ ഞാൻ 2 എണ്ണം 69, 70 ഞാൻ കേട്ടത്. അനുവിന്ദ ജി പറഞ്ഞ പോലെ തന്നെ നമുക്ക് മക്കളുണ്ട്. നമ്മൾ ആ ഒരു ഡെലിവറി ടൈമിൽ നമുക്കുള്ളൊരു എന്താ പറയുക, ഒരു ആത്മഹർഷം ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു അച്ഛനാവട്ടെ അമ്മയാവട്ടെ അവരുടെ ഏറ്റവും ധനം എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളാണ്. ആ ധനം ഇരട്ടിക്കുന്ന എപ്പോഴാണ്? അവരുടെ
എന്താ പറയാ അവരെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ അത് ഇതുവരെ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ. ഇപ്പൊ എന്റെ 2 വലിയ ഗ്രോൺ അപ്പ് ബോയ്സ് ആണ്. അവരെ കുറിച്ച് ഇപ്പൊ നമുക്ക് അതുപോലെയാണ് ഓരോ കിട്ടിയ. ഞാൻ ആത്മഹർഷം അനുഭവിച്ചിട്ടുണ്ട് സാറേ. ഞാൻ ദൈവത്തിന്റെ അനുഭവിച്ച് പറയുകയാണ്. നല്ല കുട്ടികളായിട്ട് അത് നമുക്ക് ആദ്യം മൂല്യങ്ങളാണ് പറയേണ്ടത് അല്ലെ. നമുക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന പോലെ അവരുടെ സ്വഭാവത്തിലും നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മളോട് ഒരു എമ്പതിക്കൽ നമ്മളോട് എങ്ങനെ പെരുമാറുമ്പോൾ അവർക്ക് എന്ത് വിഷമം ഉണ്ടാകുമോ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരങ്ങനെ പെരുമാറില്ല. അതല്ല എമ്പതി. സിമ്പതി അല്ല, എമ്പതിയാണ്. ഒരാൾക്ക് നമ്മളോട് എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് മൂല്യം നമ്പർ 1. പിന്നെ നമ്മൾ വീട്ടിലുള്ള ഒരു അവസരം, നമ്മൾ നമ്മളുടെ മിംഗ്ലിങ്, വീട്ടിലെ അച്ഛൻ അമ്മ അവർ കുഞ്ഞുങ്ങളെ കണ്ട് വളരുന്ന രീതിയിലാണ് അവരുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. എന്തായാലും ഈ തിരുക്കുറളിലെ 69-70 സാറും പറഞ്ഞു. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള മോഹൻ സാറും പറയണ്ടായി. അത് ആ 2 വരികളാണ്. നമ്മൾ ആസ് എ ഫാദർ ആൻഡ് മദർ നമുക്ക് അങ്ങനെ അത് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് അതാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്ത് നല്ലത് കേൾക്കുമ്പോൾ ആ സമ്പത്ത് 10 ഇരട്ടി നമ്മളൊക്കെ അമ്പാനിമാരാകുന്ന പോലെയാ അല്ലെ മനസ്സുകൊണ്ട്. അപ്പൊ എന്തായാലും സാറ് നന്നായി. ഞാൻ അടുത്ത പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയാൽ കയറാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം പോലെ ഞാൻ മാക്സിമം എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ആയിരിക്കും സാർ. അതാണ് ഞായറാഴ്ചകളിൽ എനിക്ക് പാട്ടിനൊന്നും കയറാൻ പറ്റാത്തത്. സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. ജോയ്സ് സാറേ, ജോയ്സ് സാർ ഇത് എങ്ങനെ സാർ തമിഴൊക്കെ നല്ല രീതിയിൽ. ഞാൻ ആദ്യം ആരോ നല്ല പരിചയമുള്ള ഒച്ചയാണ്, നോക്കുമ്പോ ജോഷി സാറാണ്. ഈ ആഴ്ചയാണ് അങ്ങ് തുടങ്ങിയത്. സാറാണോ? എന്തോ ഒരു സ്വാമിനിയെ പോലെ ഇരിക്കുന്നു. ഞാനോ? ഞാനൊരു ഹൗസാമിനെ, സോറി, ഒരു റിസപ്ഷന് പോയിട്ട് വരാം സാർ, അധ്യാപകന്റെ. ഓക്കെ സാർ, താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. മണിയൻ സാർ ഉണ്ടോ? മണിയൻ സാർ. സാർ അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യും സാർ. അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും സാർ. അൺമ്യൂട്ട് ചെയ്യണേ. മണി സാർ മറ്റേ മൈക്കിൽ ഒന്ന് ടച്ച് ചെയ്യണം. മൈക്കിൽ ഒന്ന് ടച്ച് ചെയ്തു. അൺമ്യൂട്ട് ചെയ്യും. മൈക്ക്. ഓക്കെ. ഈ ഓൾഡ് ഹോമിലാണല്ലോ ഇപ്പൊ നമ്മൾ വർദ്ധിച്ചു വരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ കവിതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് ഇത് പഠിക്കുന്ന അച്ഛനും മകനും ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. അത് മാത്രമല്ല, വിദ്യാസമ്പന്നനാക്കേണ്ട ചുമതല അച്ഛനും, വിദ്യാസമ്പന്നനായ മോനെ കേൾക്കുമ്പോൾ അമ്മയുമാണ് സന്തോഷിക്കുന്നത് എന്ന് അവർ പറയും. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി. ഇന്ന് ഈ ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. രക്ഷാകർത്താക്കൾ എല്ലാവർക്കും ആ കാലഘട്ടത്തിലാണ് പോകുന്നത്. ആ കാലഘട്ടം അനുസരിച്ച് തിരുവള്ളുവർ എഴുതിയിരിക്കുകയാണ്. ഇത് ഈ സമകാലിക പ്രശ്നങ്ങളിൽ നല്ല പ്രാധാന്യമുള്ളതാണ്. ഇത് നല്ല രീതിയിൽ എന്റെ സുഹൃത്ത് മോഹൻദാസ് അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. ഓക്കെ. ഓക്കെ, താങ്ക് യു. റോയ് സാർ ഉണ്ടോ? ജോർജ് സാർ. റോയ് സാർ തിരക്കാണോ? ജോർജ് സാർ, റോബിൻ. ഓക്കെ, അപ്പൊ മോഹൻദാസ് സാർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ചൂടെ എനിക്ക് ജോർജ് സാർ തമിഴ് പറയുമ്പോൾ ആദ്യം മോഹൻദാസ് സാർ ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ജോർജ് സാർ വായിക്കുകയാണെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും തമിഴ് ഭാഗം എന്നെനിക്ക് തോന്നുന്നു. ഞാനത് ആദ്യം വായിക്കാം. സാർ കേട്ടിട്ട് സാറ് തമിഴിന്റെ ഭാഗം മാത്രം ഒന്ന് വായിക്കുക. മലയാളം ഒക്കെയാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ശരിക്കും തമിഴ് അറിയാവുന്നവരത് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചോടെ നമുക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പൊ സാർ ആദ്യം ഒന്ന് വായിച്ചിട്ട് ജോർജ് സാർ പിന്നെ അതിനെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തിരിക്കും. അപ്പം അതിന്റെ ഉച്ചാരണത്തിന് ഒരു വ്യത്യാസം ഉണ്ടോ? മലയാളം പോലെ അല്ലല്ലോ. അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച ദൈവസ്നേഹം അല്ലെ? ദൈവസ്നേഹം, പ്രകൃതി അനുഭവത്തിലേക്ക് അടുത്ത ആഴ്ച വരാം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. സീ യു. Thank you, sir. Good night. Good night.